രക്തപര്യന വ്യവസ്ഥ നോക്കാം. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. ഇപ്പൊ രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവയാണ് രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ. രണ്ട് തരത്തിലുള്ള രക്തപര്യന വ്യവസ്ഥകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? അടഞ്ഞ രക്തപര്യനമുണ്ട്, തുറന്ന രക്തപര്യനമുണ്ട്. ക്ലോസ്ഡ് സർക്കുലേഷൻ, ഓപ്പൺ സർക്കുലേഷൻ. ഇപ്പൊ രണ്ട് തരത്തിലുള്ള രക്തപര്യന വ്യവസ്ഥയുണ്ട്. അടഞ്ഞ രക്തപര്യനം, തുറന്ന രക്തപര്യനം. രക്തം നേരിട്ട് കോശങ്ങളിൽ എത്താതെ രക്തക്കുഴലുകളിലൂടെ ഒഴുകുന്ന പര്യനമാണ് അടഞ്ഞ രക്തപര്യനം. അപ്പൊ എങ്ങനെയാണ്? രക്തം നേരിട്ട് കോശങ്ങളിൽ എത്താതെ രക്തക്കുഴലുകളിലൂടെ ഒഴുകുന്ന പര്യനമാണ് അടഞ്ഞ രക്തപര്യനം എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ആരുടെയാണ്? മനുഷ്യനിലെ രക്തപര്യനം അടഞ്ഞ രക്തപര്യനമാണ്. അതായത് രക്തം നേരിട്ട് കോശങ്ങളിൽ എത്താതെ രക്തക്കുഴലുകളിലൂടെ ഒഴുകുന്നു, അല്ലെ? അടഞ്ഞ രക്തപര്യനം മനുഷ്യന്റെ രക്തപര്യനം ഉദാഹരണമാണ്. രക്തത്തിന് സമാനമായ ശരീരദ്രവം ശരീര അറകളിൽ നിറഞ്ഞു നിൽക്കുകയും ശരീരകലകളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്ന പര്യനമാണ് തുറന്ന രക്തപര്യനം. അപ്പൊ എങ്ങനെയാണ്? രക്തത്തിന് സമാനമായ ശരീരദ്രവം ശരീര അറകളിൽ നിറഞ്ഞ് നിൽക്കുകയും ശരീരകലകളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്ന പര്യനം എന്താണ് അറിയപ്പെടുന്നത്? തുറന്ന രക്തപര്യനം. ഉദാഹരണം പറഞ്ഞാൽ പാറ്റ, ചിലന്തി എന്നിവയിലെയൊക്കെ എന്താണ്? തുറന്ന രക്തപര്യനമാണ്. പാറ്റ, ചിലന്തി എന്നിവയിലെ രക്തപര്യനം തുറന്ന രക്തപര്യനമാണ്. ഇനി രക്തത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഹെമറ്റോളജിയാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്, അല്ലെ? ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? 7.4 ആണ് രക്തത്തിന്റെ pH മൂല്യം. 7.4 ആണ് രക്തത്തിന്റെ pH മൂല്യം. ശരീരത്തിലുള്ള പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചുകൊണ്ട് പോകുന്നത് രക്തമാണ്. രക്തത്തിന്റെ ധർമ്മം എന്താണ്? ശരീരത്തിലുള്ള പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയൊക്കെ വഹിക്കുന്നത് ആരാണ്? രക്തമാണ്. ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? രക്തമാണ്. ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നത് രക്തമാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് രക്തമാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് രക്തമാണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ ശരാശരി അളവ് എത്രയാണ്? 5 മുതൽ 6 ലിറ്റർ വരെയാണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ ശരാശരി അളവ് എന്ന് പറയുന്നത് 5 മുതൽ 6 ലിറ്റർ വരെയാണ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ഗ്ലൂക്കോസ് ആണ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഗ്ലൂക്കോസ് ആണ്. രക്തത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്ലാസ്മയും രക്തകോശങ്ങളുമാണ്. രക്തത്തിലെ ഘടകങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്ലാസ്മയും രക്തകോശങ്ങളുമാണ്. രക്തത്തിൽ എത്ര ശതമാനം ഭാഗമാണ് രക്തകോശങ്ങൾ? 45% രക്തകോശങ്ങൾ അടങ്ങിയിരിക്കുന്നത്. രക്തത്തിലെ എത്ര ശതമാനമാണ് രക്തകോശങ്ങൾ? 45%. അപ്പൊ രക്തത്തിലെ ഘടകങ്ങൾ പ്ലാസ്മയും രക്തകോശങ്ങളുമാണ്. രക്തകോശങ്ങൾ 45%. അപ്പൊ പ്ലാസ്മ എത്രയായിരിക്കും? അതിന്റെ ബാലൻസ് എത്രയാണ്? 55% പ്ലാസ്മ അടങ്ങിയിരിക്കുക. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശം. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശമാണ്. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ്? വൃക്കയാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ഏതെന്ന് ചോദിച്ചാൽ അത് വൃക്കയാണ്. രക്തം പമ്പ് ചെയ്യുന്ന അവയവം ഏതാണ്? ഹൃദയമാണ്. രക്തം പമ്പ് ചെയ്യുന്ന അവയവം ഏതെന്ന് ചോദിച്ചാൽ അത് ഹൃദയമാണ്. അപ്പം എന്തൊക്കെയാണ്? രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ഏതെന്ന് ചോദിച്ചാൽ അത് വൃക്കയാണ്. അപ്പം രക്തം ശുദ്ധീകരിക്കുന്നത് ശ്വാസകോശം, അരിച്ച് ശുദ്ധീകരിക്കുന്നത് വൃക്ക, രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയം. അടുത്തത് രക്തത്തിലെ ഘടകങ്ങളെ കുറിച്ച് നോക്കാം. ആദ്യത്തേത് പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്രയാണ്? നമ്മൾ പറഞ്ഞു 55% രക്തത്തിലെ പ്ലാസ്മയുടെ അളവ്. രക്തകോശങ്ങൾ അപ്പൊ എത്രയായിരിക്കും? 45%. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറമാണ്. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറമാണ്.
രക്തകോശങ്ങൾ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? പ്ലാസ്മയിലാണ്. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മയാണ്. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പ്ലാസ്മയാണ്. പ്ലാസ്മ പ്രോട്ടീനുകൾ, ഇനി പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രനോജൻ. പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഏതെന്ന് ചോദിച്ചാൽ ഗ്ലോബുലിൻ. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. അടുത്തത് രക്തകോശങ്ങൾ. രക്തകോശങ്ങൾ 3 തരമാണുള്ളത്. അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് അസ്ഥിമജ്ജയിലാണ്. ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് അസ്ഥിമജ്ജയിലാണ്. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന ഹീമോപോയസിസ് എന്നാണ്. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ഹീമോപോയസിസ് എന്നാണ്. ഹീമോപോയസിസ്. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് ഹീമോസൈറ്റോമീറ്റർ ആണ്. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് ഹീമോസൈറ്റോമീറ്റർ ആണ്. ഹീമോസൈറ്റോമീറ്റർ. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് ഹീമോസൈറ്റോമീറ്റർ ആണ്. ഇനി അരുണരക്താണുക്കൾ നോക്കാം. അരുണരക്താണുക്കൾ. രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശങ്ങളാണ് അരുണരക്താണുക്കൾ. രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശം ഏതെന്ന് ചോദിച്ചാൽ അത് അരുണരക്താണുക്കളാണ്. ശാസ്ത്രീയ നാമം എന്താണ്? എറിത്രോസൈറ്റ് ആണ്. അരുണരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്താണ്? എറിത്രോസൈറ്റ് ആണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശമാണ് അരുണരക്താണുക്കൾ. അപ്പൊ അരുണരക്താണുക്കളുടെ ജോലി എന്താണ്? ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്നത് അരുണരക്താണുക്കളാണ്. RBC എന്ന് പറയും. RBC. ആയുർദൈർഘ്യം എത്രയാണ്? 120 ദിവസമാണ്. അരുണരക്താണുക്കളുടെ ആയുസ് എന്ന് പറയുന്നത് 120 ദിവസമാണ്. ആകൃതി എന്താണ്? ഡിസ്ക് ആകൃതിയാണ്. ഡിസ്ക് ആകൃതി. അരുണരക്താണുക്കളുടെ ആകൃതി എന്താണ്? ഡിസ്ക് ആകൃതിയാണ്. പ്രായപൂർത്തിയായവരിൽ അരുണരക്താണുക്കൾ ഉണ്ടാകുന്നത് ചുവന്ന അസ്ഥിമജ്ജയിലാണ്. പ്രായപൂർത്തിയായവരിൽ അരുണരക്താണുക്കൾ കാണപ്പെടുന്നത് എവിടെയാണ്? ചുവന്ന അസ്ഥിമജ്ജയിലാണ്. മർമ്മമില്ലാത്ത രക്തകോശങ്ങളാണ് അരുണരക്തകോശവും പ്ലേറ്റ്ലെറ്റുകളും. അപ്പൊ ഈ രക്തത്തിനും പ്ലേറ്റ്ലെറ്റിനും എന്താണ്? മർമ്മം ഇല്ല. അരുണരക്തകോശത്തിനും പ്ലേറ്റ്ലെറ്റിനും മർമ്മമില്ല. ഇരുഭാഗങ്ങളും അവതല രൂപത്തിൽ അഥവാ ഉള്ളിലേക്ക് കുഴിഞ്ഞ് ഡിസ്ക് രൂപത്തിലായിരിക്കും അരുണരക്താണുക്കളുടെ ആകൃതി. അപ്പൊ അരുണരക്താണുക്കളുടെ ആകൃതി എന്താണ്? ഇരുഭാഗവും അവതല രൂപത്തിൽ അഥവാ ഉള്ളിലേക്ക് കുഴിഞ്ഞ് ഡിസ്ക് രൂപത്തിലായിരിക്കും അരുണരക്താണുക്കളുടെ ആകൃതി. ഇനി എന്താണ്? മർമ്മത്തോടു കൂടിയ ചുവന്ന രക്താണു ഉള്ള ജീവിയാണ് ഒട്ടകം. അപ്പം അരുണരക്താണുവിന് ന്യൂക്ലിയസ് ഇല്ലെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ മർമ്മത്തോടു കൂടിയ ചുവന്ന രക്താണു ഉള്ള ഒരു ജീവിയാണ് ഒട്ടകം. ചുവന്ന നിറത്തോടു കൂടിയതും ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതുമായ ഹീമോഗ്ലോബിൻ എന്ന സങ്കീർണ മാംസ്യം അരുണരക്താണുക്കളിൽ ഉള്ളതുകൊണ്ടാണ് അവയ്ക്ക് ചുവന്ന നിറം ഉള്ളതും ചുവന്ന രക്താണുക്കൾ എന്ന് പേര് ലഭിച്ചത്. അപ്പൊ അരുണരക്താണുവിന് ചുവന്ന നിറം നൽകുന്നത് എന്താണ്? ഹീമോഗ്ലോബിൻ ആണ് അല്ലെ? ഹീമോഗ്ലോബിൻ. അതില് ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു. ഇരുമ്പ് കൂടുതൽ അടങ്ങിയിരിക്കുന്നു. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. അപ്പൊ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതെന്ന് ചോദിച്ചാൽ അത് ഹീമോഗ്ലോബിൻ ആണ്. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഏതെന്ന് ചോദിച്ചാൽ അത് ഹീമോഗ്ലോബിൻ ആണ്. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഏതെന്ന് ചോദിച്ചാൽ അത് ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നത് ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിനിൽ ഡി ഓക്സിജനേഷൻ നടക്കുന്നത് കലകളിലാണ്. ഹീമോഗ്ലോബിനിൽ ഡി ഓക്സിജനേഷൻ നടക്കുന്നത് കലകളിലാണ്.
ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഏതെന്ന് ചോദിച്ചാൽ ഇരുമ്പാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഏതെന്ന് ചോദിച്ചാൽ ഇരുമ്പാണ്. ഹീമോഗ്ലോബിനിലെ ഓക്സിജൻ സംവഹന ഘടകം ഇരുമ്പാണ്. ഹീമോഗ്ലോബിനിലെ ഓക്സിജൻ സംവഹന ഘടകം ഇരുമ്പാണ്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് എത്ര ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാനാകും? 4 എണ്ണത്തിനെയാണ് വഹിക്കാൻ പറ്റുന്നത്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് എത്ര ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാനായി കഴിയും? 4 എണ്ണത്തിനെ. മനുഷ്യ ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് 12 മുതൽ 16 ഗ്രാം പെർ 100 ml ആണ്. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് 12 മുതൽ 16 ഗ്രാം പെർ 100 ml ആണ്. പുരുഷന്മാരിൽ അത് 15 ഗ്രാം, സ്ത്രീകളിൽ 13 ഗ്രാമുമാണ്. പുരുഷന്മാരിൽ 15 ഗ്രാമും സ്ത്രീകളിൽ 13 ഗ്രാം പെർ 100 ml ആണ്. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന്റെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് ചോദിച്ചാൽ 11 മുതൽ 13 ഗ്രാം പെർ DL ആണ്. അപ്പൊ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന്റെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് ചോദിച്ചാൽ 11 മുതൽ 13 ഗ്രാം പെർ DL. ഹീമോഗ്ലോബിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹീമോഗ്ലോബിനോമീറ്റർ. ഹീമോഗ്ലോബിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഹീമോഗ്ലോബിനോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അരുണ രക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുന്നത് കരളിലും പ്ലീഹയിലും വെച്ചാണ്. അരുണ രക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുന്നത് കരളിലും പ്ലീഹയിലും വെച്ചാണ്. അരുണ രക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് ബിലിറൂബിനും ബിലിവിർഡിനും. അരുണ രക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ബിലിറൂബിനും ബിലിവിർഡിനുമാണ്. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് ഏതാണ്? പ്ലീഹയാണ്. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവമാണ് പ്ലീഹ. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം പ്ലീഹയാണ്. അരുണ രക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ അല്ലെങ്കിൽ എറിത്രോസൈറ്റോസിസ് എന്ന് പറയും. അരുണ രക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ അല്ലെങ്കിൽ എറിത്രോസൈറ്റോസിസ്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ അഥവാ വിളർച്ച. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ അനീമിയ അല്ലെങ്കിൽ വിളർച്ചയാണ്. ശരീരം മെലിയാനായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അനോറക്സിയ. ശരീരം മെലിയാനായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അനോറക്സിയ. അരുണ രക്താണുക്കൾ കഴിഞ്ഞ് നമുക്ക് ശ്വേത രക്താണുക്കൾ അഥവാ WBC നോക്കാം. ശരീരത്തിലെ പോരാളി, പ്രതിരോധ ഭടന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ശ്വേത രക്താണുക്കളാണ്. ശരീരത്തിലെ പോരാളി, പ്രതിരോധ ഭടന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ശ്വേത രക്താണുക്കളാണ്. ശ്വേത രക്താണുക്കളുടെ ധർമ്മം എന്താണ്? ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ശ്വേത രക്താണുക്കളാണ്. അപ്പൊ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നത് WBC ആണ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ശ്വേത രക്താണുക്കളാണ്. ശാസ്ത്രീയ നാമം എന്താണ്? ലൂക്കോസൈറ്റ് ആണ്. ശ്വേത രക്താണുക്കളുടെ പേരെന്താണ്? ലൂക്കോസൈറ്റ്. ഇവ മർമ്മം ഉള്ളവയും ആപേക്ഷികമായി വളരെ കുറച്ച് എണ്ണം മാത്രം ഉള്ളവയുമാണ്. അപ്പൊ എന്താണ്? ഇവയ്ക്ക് മർമ്മമുണ്ട്. മർമ്മം ഉള്ള ഒരേ ഒരു രക്തകോശമാണ് ശ്വേത രക്താണുക്കൾ. അവ എന്താണ്? വളരെ കുറച്ച് എണ്ണമാണ് അവയ്ക്ക് ഉള്ളത്. 2 തരത്തിലുള്ള ശ്വേത രക്തകോശങ്ങളുണ്ട്. കോശദ്രവ്യത്തിൽ തരികൾ ഉള്ളവയും കോശദ്രവ്യത്തിൽ തരികൾ ഇല്ലാത്തവയും. അപ്പം 2 തരത്തിലുള്ള ശ്വേതരക്താണുക്കളാണുള്ളത്. അതിൽ ഒന്നെന്താണ്? കോശദ്രവ്യത്തില് തരികൾ ഉള്ളവയുമുണ്ട്, കോശദ്രവ്യത്തിൽ തരികൾ ഇല്ലാത്തവയുമുണ്ട്. ഈ തരികൾ ഉള്ള ശ്വേത രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, ഇസിനോഫിൽ, ബേസോഫിൽ. അപ്പൊ തരികൾ ഉള്ള ശ്വേത രക്താണുക്കൾ 3 തരമാണ്: ന്യൂട്രോഫിൽ, ഇസിനോഫിൽ, ബേസോഫിൽ. തരികൾ ഇല്ലാത്ത ശ്വേത രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? ലിംഫോസൈറ്റുകളും മോണോസൈറ്റുകളുമാണ്. തരികൾ ഇല്ലാത്ത ശ്വേത രക്താണുക്കൾ ഏതെന്ന് ചോദിച്ചാൽ ലിംഫോസൈറ്റുകളും മോണോസൈറ്റുകളുമാണ്. ഇനി നമുക്ക് WBCയിലെ ഓരോ രക്താണുക്കളെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് ന്യൂട്രോഫില്. തരികളുള്ള ശ്വേത രക്താണുക്കളിൽ ഉൾപ്പെടുന്നതാണ് ന്യൂട്രോഫില്. ശ്വേത രക്തകോശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശമാണ് ന്യൂട്രോഫില്. ഏകദേശം 60 മുതൽ 65% വരെ ന്യൂട്രോഫില് കാണപ്പെടുന്നു.
ശ്വേതരക്തകോശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? ന്യൂട്രോഫിൽ ആണ്. 60 മുതൽ 65% വരെ കാണപ്പെടുന്നു. ജോലി എന്താണ്? ശരീരത്തിൽ പ്രവേശിക്കുന്ന ബാക്ടീരിയയെ എന്താണ് വിഴുങ്ങി അവയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നത് ന്യൂട്രോഫിൽ ആണ്. അപ്പൊ എന്താണ് ന്യൂട്രോഫിലിന്റെ ജോലി? എന്താണ്? ശരീരത്തിൽ പ്രവേശിക്കുന്ന ബാക്ടീരിയയെ വിഴുങ്ങി അവയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നത് ന്യൂട്രോഫിൽ ആണ്. ശരീരത്തിൽ എത്തിച്ചേരുന്ന അന്യജീവികളെ നശിപ്പിക്കുന്ന ഭക്ഷക കോശങ്ങൾ ഏതൊക്കെയാണ്? ന്യൂട്രോഫില്ലുകളും മോണോസൈറ്റുകളുമാണ്. അപ്പൊ ഏതൊക്കെയാണ്? ശരീരത്തിൽ എത്തിച്ചേരുന്ന അന്യജീവികളെ നശിപ്പിക്കുന്ന ഭക്ഷക കോശങ്ങൾ, അതായത് വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങൾ ന്യൂട്രോഫില്ലും ആണ്, മോണോസൈറ്റും ആണ്. ന്യൂട്രോഫില്ലുകളും മോണോസൈറ്റുകളുമാണ് വിഴുങ്ങി നശിപ്പിക്കുന്നത്. ഇസിനോഫില്. അടുത്തത് ഇസിനോഫിൽ. ശരീരത്തിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുകയും വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് എന്താണ്? ഇസിനോഫിൽ ആണ്. അപ്പൊ എന്താണ്? ശരീരത്തിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുകയും വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് ഇസിനോഫിൽ ആണ്. 2 മുതൽ 3% അത് കാണപ്പെടുന്നത്. ഇവ അണുബാധ, അലർജി, വീങ്ങൽ പ്രതികരണം അറിയാലോ, അലർജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇവ അണുബാധ, അലർജിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പൊ അലർജിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആരാണ്? ഇസിനോഫിൽ ആണ്. ഇസിനോഫിൽ. അടുത്തത് ബേസോഫിൽ. ശ്വേതരക്തകോശങ്ങളിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്നത് ബേസോഫിൽ ആണ്. ശ്വേതരക്തകോശങ്ങളിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന ബേസോഫിൽ ആണ്. 0.5 മുതൽ 1% വരെയാണത് കാണപ്പെടുന്നത്. ബേസോഫിലുകൾ സ്രവിക്കുന്ന ഹിസ്റ്റാമിൻ, സെറാട്ടോണിൻ, ഹെപ്പാരിൻ മുതലായ പ്രാഥമിക പ്രതിരോധമായ വീങ്ങൽ പ്രക്രിയയിൽ ഏർപ്പെടുന്നു. അപ്പൊ എന്താണ്? ബേസോഫിലുകൾ സ്രവിക്കുന്ന ഹിസ്റ്റാമിൻ, സെറാട്ടോണിൻ, ഹെപ്പാരിൻ മുതലായ പ്രാഥമിക പ്രതിരോധമായ വീങ്ങൽ പ്രക്രിയയിൽ ഏർപ്പെടുന്നു. ഹിസ്റ്റാമിൻ നിർമ്മിക്കുന്നത് ബേസോഫിൽ മാസ്റ്റ് കോശങ്ങളും ചേർന്നാണ്. അപ്പൊ ഹിസ്റ്റാമിൻ നിർമ്മിക്കുന്നത് ഏതാണ്? ബേസോഫിലും മാസ്റ്റ് കോശങ്ങളും ചേർന്നിട്ടാണ്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണുവാണ് ബേസോഫിൽ. അപ്പൊ ഹെപ്പാരിൻ നിർമ്മിക്കുന്നത് എവിടെയാണ്? ബേസോഫിൽ ആണ്. ഹെപ്പാരിൻ നിർമ്മിക്കുന്നത് ബേസോഫിൽ ആണ്. രക്തം കട്ട പിടിക്കുന്നതിന് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. ഹെപ്പാരിൻ നിർമ്മിക്കുന്ന ശ്വേതരക്താണു ഏതെന്ന് ചോദിച്ചാൽ അത് ബേസോഫിൽ ആണ്. ബേസോഫിൽ. ശരീരത്തിലെ മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നത് ബേസോഫിൽ ആണ്. ശരീരത്തിലെ മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നത് ബേസോഫിൽ ആണ്. ബേസോഫിൽ. അടുത്തത് ലിംഫോസൈറ്റുകൾ നോക്കാം. ലിംഫോസൈറ്റ് പ്രതിരോധ മാർഗങ്ങൾ മറികടന്ന് ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കുന്നത് ലിംഫോസൈറ്റുകളാണ്. അപ്പം പ്രതിരോധ മാർഗങ്ങൾ മറികടന്ന് ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കുന്നത് ലിംഫോസൈറ്റുകളാണ്. എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണു ലിംഫോസൈറ്റ് ആണ്. അപ്പൊ എയ്ഡ്സ് വൈറസ് ബാധിക്കുന്നത് അല്ലെങ്കിൽ ആക്രമിക്കുന്നത് ഏതിനെയാണ്? ലിംഫോസൈറ്റുകളെയാണ് ആക്രമിക്കുന്നത്. 2 തരം ലിംഫോസൈറ്റുകളാണുള്ളത്. ഏതൊക്കെയാണ്? ബി ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ്. 2 തരം ലിംഫോസൈറ്റുകളുണ്ട്. അത് ഏതൊക്കെയാണ്? ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും ആണ്. അസ്ഥിമജ്ജയിൽ രൂപം കൊള്ളുന്ന ലിംഫോസൈറ്റ് ആണ് ബി ലിംഫോസൈറ്റ്. അസ്ഥിമജ്ജയിൽ രൂപം കൊള്ളുന്ന ലിംഫോസൈറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ബി ലിംഫോസൈറ്റ് ആണ്. അതായത് ബോൺ മാരോ എന്ന് ഓർത്താൽ മതി. അപ്പൊ ബി ലിംഫോസൈറ്റ്. ബോൺ മാരോ, ബി ലിംഫോസൈറ്റ്. ബാക്ടീരിയകളെയും വൈറസുകളെയും ചെറുക്കാൻ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ലിംഫോസൈറ്റ് ഏതെന്ന് ചോദിച്ചാൽ ബി ലിംഫോസൈറ്റ് ആണ്. ബാക്ടീരിയകളെയും വൈറസുകളെയും ചെറുക്കാൻ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ലിംഫോസൈറ്റ് ബി ലിംഫോസൈറ്റ് ആണ്. ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്ന തരം ലിംഫോസൈറ്റ് ഏതെന്ന് ചോദിച്ചാൽ ബി ലിംഫോസൈറ്റ് ആണ്. ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്ന തരം ലിംഫോസൈറ്റ് ബി ലിംഫോസൈറ്റ്. ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡികൾ അറിയപ്പെടുന്നത് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്നാണ്. ഇമ്മ്യൂണോ ഗ്ലോബുലിൻ. ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡികൾ അറിയപ്പെടുന്നത് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ. അസ്ഥിമജ്ജയിൽ നിന്ന് ഉത്ഭവിക്കുകയും തൈമസ് ഗ്രന്ഥിയിൽ പക്വത പ്രാപിക്കുകയും ചെയ്യുന്നത് ടി ലിംഫോസൈറ്റ് ആണ്. അപ്പൊ എന്താണ്? അസ്ഥിമജ്ജയിൽ നിന്ന് ഉത്ഭവിക്കുകയും തൈമസ് ഗ്രന്ഥിയിൽ പക്വത പ്രാപിക്കുകയും ചെയ്യുന്നത് ടി ലിംഫോസൈറ്റ് ആണ്. അതായത് തൈമസ് ടി ലിംഫോസൈറ്റ്. അങ്ങനെ ഓർക്കുക.
തൈമസ് ടി ലിംഫോസൈറ്റ്. ക്യാൻസർ കോശങ്ങളെയും വൈറസ് ബാധിച്ച കോശങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ള ലിംഫോസൈറ്റുകളാണ് ടി ലിംഫോസൈറ്റുകൾ. അപ്പൊ ടി ലിംഫോസൈറ്റിന്റെ ധർമ്മം എന്താണ്? ക്യാൻസർ കോശങ്ങളെയും വൈറസ് ബാധിച്ച കോശങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ള ലിംഫോസൈറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ടി ലിംഫോസൈറ്റ് ആണ്. അടുത്തതാണ് മോണോസൈറ്റ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് മോണോസൈറ്റ് ആണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു മോണോസൈറ്റ്. ഒരു ആക്രമണകാരിയായ അണുക്കളോ ബാക്ടീരിയയോ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ മോണോസൈറ്റുകൾ മാക്രോഫേജ് അല്ലെങ്കിൽ ഡെൻസ്റ്റിക് കോശങ്ങളായിട്ട് മാറുന്നു. ഡെൻസ്റ്റിക്റ്റിക് കോശങ്ങളായിട്ട് മാറുന്നു. ഈ കോശങ്ങൾ ഒന്നുകിൽ ഇവയെ കൊല്ലുകയോ അല്ലെങ്കിൽ മറ്റു രക്തകോശങ്ങളെ നശിപ്പിക്കാനും അണുബാധ തടയാനും സഹായിക്കുന്നതിന് മുന്നറിയിപ്പ് നൽകുന്നു. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ആക്രമണകാരിയായ അണുക്കളോ ബാക്ടീരിയയോ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ മോണോസൈറ്റുകൾ മാക്രോഫേജ് അല്ലെങ്കിൽ ഡെൻഡ്രിറ്റിക് കോശങ്ങളായിട്ട് മാറുന്നു. ഈ കോശങ്ങൾ ഒന്നുകിൽ ഇവയെ കൊല്ലുകയോ അല്ലെങ്കിൽ മറ്റ് രക്തകോശങ്ങളെ നശിപ്പിക്കാനും അണുബാധ തടയാനും സഹായിക്കുന്നതിന് മുന്നറിയിപ്പ് നൽകുന്നു. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമാണ് രക്താർബുദം. രക്താർബുദം അഥവാ ലുക്കീമിയ എന്ന് പറയും. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമാണ് രക്താർബുദം അഥവാ ലുക്കീമിയ. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. ലുക്കീമിയ കൂടുന്നത്, ലുക്കോപീനിയ കുറയുന്നത് മൂലമുണ്ടാകുന്നത്. ഏറ്റവും വലിയ രക്താണുവാണ് ശ്വേതരക്താണു. ഏറ്റവും വലിയ രക്താണു ഏതെന്ന് ചോദിച്ചാൽ അത് ശ്വേതരക്താണുവാണ്. ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതെന്ന് ചോദിച്ചാൽ അത് മോണോസൈറ്റ് ആണ്. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ് ആണ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ലിംഫോസൈറ്റ് ആണ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ലിംഫോസൈറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ശ്വേതരക്താണു ഏതെന്ന് ചോദിച്ചാൽ അത് ലിംഫോസൈറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ശ്വേതരക്താണു ഏതെന്ന് ചോദിച്ചാൽ അത് ലിംഫോസൈറ്റ് ആണ്. അടുത്തത് പ്ലേറ്റ്ലെറ്റുകൾ. ത്രോംബോസൈറ്റുകൾ എന്നറിയപ്പെടുന്നു. പ്ലേറ്റ്ലെറ്റുകൾ അറിയപ്പെടുന്നത് എന്താണ്? ത്രോംബോസൈറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടാകുന്നത് അസ്ഥിമജ്ജയിലെ പ്രത്യേകതരം പോഷകങ്ങളായ മഹാമർമ്മ കോശങ്ങളിൽ നിന്നാണ്. പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടാകുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിലെ പ്രത്യേകതരം പോഷകങ്ങളായ മഹാമർമ്മ കോശങ്ങളിൽ നിന്നാണ്. ആകൃതിയില്ല. പ്ലേറ്റ്ലെറ്റുകൾക്ക് എന്താണ്? ആകൃതിയില്ല. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ്. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറവാണെങ്കിൽ ഉണ്ടാകുന്ന രോഗമാണ് ത്രോംബോസൈറ്റോപീനിയ. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറവ് ആകുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? ത്രോംബോസൈറ്റോപീനിയ ആണ്. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂടുതലാകുന്ന അവസ്ഥയാണ് ത്രോംബോസൈറ്റീമിയ. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂടുതലാകുന്ന അവസ്ഥയാണ് ത്രോംബോസൈറ്റീമിയ. ഏറ്റവും ചെറിയ രക്തകോശം പ്ലേറ്റ്ലെറ്റുകളാണ്. ഏറ്റവും ചെറിയ രക്തകോശം ഏതെന്ന് ചോദിച്ചാൽ അത് പ്ലേറ്റ്ലെറ്റുകളാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റുകളാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതെന്ന് ചോദിച്ചാൽ അത് പ്ലേറ്റ്ലെറ്റുകളാണ്. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവ് എത്രയാണ്? 300 മില്ലി ആണ്. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവ് ചോദിച്ചാൽ 300 മില്ലി ആണ്. രക്തം ദാനം ചെയ്യുന്നതിന് പൂർത്തിയായിരിക്കേണ്ട പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ 18 വയസ്സാണ്. രക്തം ദാനം ചെയ്യുന്നതിന് പൂർത്തിയായിരിക്കേണ്ട പ്രായം 18 വയസ്സാണ്. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കുന്നത് 3 മുതൽ 4 മാസത്തിലൊരിക്കലാണ്. 3 മുതൽ 4 മാസത്തിലൊരിക്കൽ ഒരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാം. രക്തം ദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ. രക്തം ദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? അഗ്ലൂട്ടിനേഷൻ. രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം 3 മുതൽ 8 മിനിറ്റ് വരെ. രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 3 മുതൽ 8 മിനിറ്റ് വരെയാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഏതെന്ന് ചോദിച്ചാൽ ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോകൈനേസ് അല്ലെങ്കിൽ ത്രോംബോപ്ലാസ്റ്റിൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതെന്ന് ചോദിച്ചാൽ ത്രോംബോകൈനേസ് അല്ലെങ്കിൽ ത്രോംബോപ്ലാസ്റ്റിൻ.
ബ്ലാസ്റ്റിനാണ്, ത്രോംബോപ്ലാസ്റ്റിൻ. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ്. രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു എന്ന് ചോദിച്ചാൽ സോഡിയം സിട്രേറ്റ് ആണ്, സോഡിയം സിട്രേറ്റ്. രക്തപരിശോധന വേളയിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു എന്ന് ചോദിച്ചാൽ എഥിലിൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ് ആണ്. രക്തപരിശോധന വേളയിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു എഥിലിൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ് ആണ്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഹെപ്പാരിൻ ആണ്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു എന്ന് ചോദിച്ചാൽ അത് ഹെപ്പാരിൻ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ രക്തത്തെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനിയുണ്ട് കുറെ രക്തത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാനുണ്ട്.